ഹലോ ഫ്രണ്ട്സ്, ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറൈറ്റി ആയിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസാണിത്: മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, തക്കാളി അരച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വെളിച്ചെണ്ണ, ഉള്ളി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കറിവേപ്പിലയും. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും പൊടികളെല്ലാം നമുക്ക് അതിലിട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. രണ്ടര സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി ചിക്കൻ മസാലപ്പൊടിയാണ് ഇടുന്നത്. ഇപ്പോൾ ഏകദേശം 3 സ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം 1 സ്പൂൺ ഇട്ട് ഇനി 1 സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി അടുത്തത് കുരുമുളക് പൊടിയാണ്. നല്ലോണം അരച്ച് വെച്ച കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടുപ്പ് കത്തിച്ചിട്ട് നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് ചിക്കൻ അതിലോട്ടിട്ടിട്ട് നല്ലോണം മിക്സാക്കി കുറച്ച് സമയം വേവിക്കാൻ വെക്കാം. അപ്പം നല്ലോണം മൂത്ത് വരുന്നുണ്ട്. പച്ചമണെല്ലാം പോയതിന് ശേഷം നമുക്ക് വന്നിട്ട് ഇതിലോട്ട് ചിക്കൻ പരക്കി ഒരു അരമണിക്കൂർ നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂർ നല്ലോണം മാഗ്നേറ്റ് ചെയ്ത് ചിക്കനാണിത്. അപ്പോൾ ഇത് അതിലോട്ടിട്ടിട്ട് നമുക്ക് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. നല്ല മഴയാണ് ഇവിടെ. ഈ മഴയത്ത് നമ്മൾ ഈ ചിക്കൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും തിന്നാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. സൂപ്പറായിട്ടുണ്ടാവും. ആ മസാല ഇങ്ങനെ നല്ലോണം പെരക്കി കൊടുത്തിട്ട് കുറച്ച് സമയം അവിടെ നമുക്ക് കുക്ക് ചെയ്യുന്നവർക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് വെറൈറ്റി നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം കുറച്ചുകൂടെ സമയം കുക്ക് ചെയ്യാൻ വെക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഏകദേശം 60% നമ്മൾ ചിക്കനിടെ കുക്കായിട്ടുണ്ട്. അതിന് ശേഷം നമുക്കതിൻ്റെ മേലെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 2-3 ഉള്ളീൻ്റെ അടുത്ത് വലിയ ഉള്ളീൻ്റെ അടുത്ത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി നമുക്ക് വേവിക്കാൻ വെക്കാം. ഒന്നും കൂടി ആകണ്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം. നല്ലോണം മിക്സാക്കി കൊടുക്കണം. ഉള്ളി വേകേണ്ടതാണ്. അപ്പോൾ ചിക്കൻ ഏകദേശം വെന്തതാണ്. ഇനി നമ്മൾ ഉള്ളി അതിൻ്റെ കൂടെ ഒന്ന് നല്ലോണം മിക്സ് ആകുന്നവരെക്കും നമുക്ക് കുറച്ചും കൂടി സമയം വെക്കാം. അതിന് ശേഷം ഒരു 2 തക്കാളി അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ല വൃത്തിക്ക് സൂപ്പറായിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കി വിട്ട് ഡ്രൈ ആകുന്ന വരെക്കും നമുക്ക് ഇളക്കി വിട്ടുകൊണ്ടിരിക്കുക. അടിയൊന്നും പിടിക്കില്ല. അപ്പോൾ സൂപ്പറായിട്ട് ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. സൂപ്പറായിട്ടുണ്ട്. പൊറോട്ടേൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയെല്ലാം കൂട്ടാൻ അടിപൊളി ചിക്കൻ കറിയാണ്.
അപ്പോൾ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.